ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം സാധാരണ എല്ലാവരും വീട്ടിലും ഉണ്ടാകാറുണ്ട്. കാരണം ചോറൊക്കെ വെക്കുന്നതുകൊണ്ട് എന്തായാലും കഞ്ഞിവെള്ളം വീട്ടിലുണ്ടാകും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കഞ്ഞിവെള്ളം ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒഴിവാക്കുകയാണ് പതിവ്. ചിലരൊക്കെ തലയിൽ തേക്കും. തലമുടി വളരാനൊക്കെ വളരെ അത്യുത്തമമാണ് ഈ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം പ്രത്യേകിച്ച് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വിറകടുപ്പിൽ വെച്ച് കഞ്ഞിവെള്ളം ആയിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഈ സാധാരണ റൈസ് കുക്കറിലൊക്കെ വെച്ച കഞ്ഞിവെള്ളത്തിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. അതാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ളത്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ധാരാളം ടിപ്പുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ടിപ്പുകൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ഒരു ടിപ്പ് കൂടി പറഞ്ഞു തരാം. അത് കഞ്ഞിവെള്ളവും പേസ്റ്റും ഉപയോഗിച്ചിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു അല്പം പേസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളവും പേസ്റ്റും നന്നായി ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ കഞ്ഞിവെള്ളവും പേസ്റ്റും നന്നായി ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഇടുങ്ങിയ ഗ്ലാസ് ഒക്കെ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കൈയിട്ട് കഴുകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്കൊക്കെ ഈ ഇത് എത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ കറ പറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ കറ പിടിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കറകൾ, ഗ്ലാസ്സുകളിൽ ഉണ്ടാകുന്ന ഇത്തരം കറകളൊക്കെ പോകാനുള്ള ഏറ്റവും നല്ലൊരു ലായനിയാണ് ഈ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ നമ്മുടെ പേസ്റ്റും കൂടി ചേരുന്ന ബോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നേരിയ ചൂടെടുത്ത് കഞ്ഞിവെള്ളവും പേസ്റ്റും കൂടി ആണെങ്കിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്ന് കൈകൾ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പഴയ ടൂത്ത് ബ്രഷോ മറ്റോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോഴേക്ക് തന്നെ ഈ കറകൾ പെട്ടെന്ന് ഇളകാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്താൽ തന്നെ മതി, നല്ല വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേറെ ലിക്വിഡിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കണ്ടത് ഞാൻ ജസ്റ്റ് വെള്ളം ഒഴിച്ച് മാത്രം കേക്ക് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ മറ്റേ ഈ വിമ്മ് അതുപോലെയുള്ള ലിക്വിഡുള്ള എന്തെങ്കിലും ഡിറ്റർജൻ്റ് ഒക്കെ ഉപയോഗിച്ച് നന്നായി സ്ക്രബ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ലായനിയാണ്, കറ കളയാൻ ഏറ്റവും നല്ലൊരു ലായനിയാണിത്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നിങ്ങൾ ഉള്ളിയുടെ തൊലി അതുപോലെ തന്നെ മുളകിൻ്റെ ഞെട്ട് ഇവയൊക്കെ ഇട്ടതിന് ശേഷം ചെടികളിലൊക്കെ കൊണ്ട് ഒഴിക്കുകയാണെങ്കിൽ ചെടികളിൽ ഉണ്ടാകുന്ന പാറ്റയുടെ ശല്യം അതുപോലെ തന്നെ അത്തരം പ്രാണികളുടെ ശല്യമൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.